തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘ മരിച്ച സംഭവത്തിൽ മേഘയുടെ അച്ഛൻ ഇപ്പോൾ നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. മാനസികമായും സാമ്പത്തികമായും മാത്രമല്ല ചൂഷണം ചെയ്യപ്പെട്ടത്, അവളെ കാമുകൻ ലൈംഗികമായും ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി വീണ്ടും കുടുംബം രംഗത്ത് എത്തി. ഇത് നമ്മളെല്ലാവരും നേരത്തെ പ്രതീക്ഷിച്ചതാണ്. IB ഉദ്യോഗസ്ഥനായ സുഗാന്ത് തന്നെ ചതിക്കുകയാണെന്നും അയാൾക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നും അറിഞ്ഞത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മരിക്കാൻ തീരുമാനിച്ച ആ ദിവസം മേഘ 8 തവണയാണ് സുഗാന്തുമായി ഫോണിൽ സംസാരിച്ചത്. അതിനിടെ ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. സുഗാന്തിന്റെ പ്രേരണയിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. അന്വേഷണം തൃപ്തികരമെന്ന് പിതാവ് മധുസൂദനൻ പ്രതികരിച്ചു. മകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതിൻ്റെ തെളിവ് മേഘയുടെ ബാഗിൽ നിന്നാണ് അച്ഛനും കുടുംബങ്ങൾക്കും കിട്ടുന്നത്. ആ തെളിവുകൾ ഇന്ന് തിരുവനന്തപുരം പേട്ട പോലീസിനും IBക്കും കൈമാറും. മേഘയുടെ ഡയറി, ഗർഭനിരോധന പിൽസ്, ഇരുവരും ഒരുമിച്ച് താമസിച്ചു എന്നതിൻ്റെ ഫോട്ടോകളടക്കം ഒരുപാട് തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം മേഘയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ്. മേഘയെ വിവാഹം കഴിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് ആദ്യം അവളുടെ മനസ്സും ശരീരവും കീഴടക്കി. പിന്നീട് അവളുടെ സമ്പാദ്യവും കൈക്കലാക്കി. മേഘ ഒരു കംഫർട്ട് സോണിൽ സഞ്ചരിക്കുന്ന പെൺകുട്ടിയാണ്. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ജീവിക്കുക. സ്വന്തമായി ജോലിയും വരുമാനമൊക്കെ ഉണ്ടെങ്കിലും അവർ അങ്ങനെ തന്നെയായിരിക്കും. മേഘയുടെ അച്ഛനും അമ്മയും തന്നെ പറയുന്നുണ്ട്, അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ഞങ്ങളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നതെന്നും അവർ പറയുന്നുണ്ട്. അത്രയും കാലം അവൾ അമ്മയുടെയും അച്ഛൻ്റെയും കംഫർട്ട് സോണിലായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നീട് അവൾ സുഗാന്തിനെ പരിചയപ്പെടുകയും അയാളുടെ കംഫർട്ട് സോണിലേക്ക് മാറുകയും അയാൾക്കത് വ്യക്തമായി മനസ്സിലാകുകയും മാക്സിമം ചൂഷണം ചെയ്യുകയും ചെയ്തു. പ്രണയം നടിച്ച് കൂടെ കൂട്ടി. ആദ്യം ശാരീരികമായി അവളെ അയാളിലേക്ക് അടുപ്പിച്ചു. അവൾക്ക് അയാളിൽ നിന്ന് വിട്ടുപോവാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിച്ചു. ഭീഷണിയായും അല്ലാതെയും അവളിൽ നിന്നും പണം തട്ടിയെടുത്തു. അതങ്ങനെ കൊണ്ടുപോകാനാണ് സുഗാന്ത് ആഗ്രഹിച്ചിരുന്നത്. അവളെ വിവാഹം കഴിക്കണമെന്നോ സ്വന്തമാക്കണമെന്നോ എന്ന ചിന്തയൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല. അയാൾ ഒരു സൈക്കോ കൂടിയാണ്. തന്നെക്കാൾ മിടുക്കിയായ സ്മാർട്ടായ മേഘയോട് അയാൾക്ക് അസൂയ കൂടിയുണ്ട്. മേഘയും സുഗാന്തും അവരുടെ വീട്ടിലെ ഏക സന്തതികളാണ്. പക്ഷേ രണ്ടുപേരും രണ്ടു രീതിയിലാണ് വളർന്നത്. മേഘ അവളുടെ വീട്ടിലെ അരുമയായ പെൺകുട്ടിയാണ്. അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും വീട്ടുകാർ നൽകിയിട്ടുണ്ട്. അവൾക്ക് ഏത് കാര്യങ്ങളും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ജീവിക്കാൻ അവളെ മാതാപിതാക്കളും പഠിച്ചിട്ടുണ്ട്. അവളാണെങ്കിൽ എപ്പോഴും സന്തോഷവതിയുമാണ്. പക്ഷേ സുഗാന്ത് നൽകിയ കൈപ്പേറിയ വേദന പങ്കുവെക്കാൻ ആ മാതാപിതാക്കളോട് അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യം എങ്ങനെയാണ് ഒരു മാതാപിതാക്കളോട് സംസാരിക്കാൻ പറ്റുക? ഞാൻ അവരെ പറ്റിച്ച് എത്രത്തോളമാണ് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ കരുതിയിട്ടായിരിക്കും പറയാതിരുന്നത്. അവൾക്ക് സുഗാന്തിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കാരണം അവൾ അത്ര കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. വിവാഹം കഴിക്കുമെന്ന വാഗ്ദാനവും ആ വിശ്വാസവുമാണ് ആ പെൺകുട്ടിയെ അത്രത്തോളമൊക്കെ എത്തിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കണം, ആ പെൺകുട്ടി അയാളെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവും, എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടാകും. അവൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല സുഗാന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. കാരണം വിവരവും വിദ്യാഭ്യാസവും ഉള്ളതാണ്. രണ്ടുപേരും ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാരും. സുഗാന്തിൻ്റെ കുടുംബം എടുത്തു നോക്കുകയാണെങ്കിൽ പണക്കാരാണ്. അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. എല്ലാം കൊണ്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിട്ടാണ് ആ പെൺകുട്ടി കരുതിയത്. പക്ഷെ അയാളുടെ മനസ്സിൽ ഇത്രത്തോളം കുബുദ്ധിയും ദുഷ്ടതയും ഉണ്ടെന്ന് ഈ പെൺകുട്ടി അറിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൾ ഇത്രത്തോളം അയാളെ വിശ്വസിച്ചത്. സുഗാന്തിൻ്റെ പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വിദ്യാഭ്യാസമുണ്ട്, അച്ഛന് ജോലിയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെയാണ് അവർ വളർത്തിയത്. കുട്ടിക്കാലത്ത് മറ്റു കുട്ടികൾക്കൊപ്പം കളിച്ചും ചിരിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തും സൊറ പറയുകയും കൊച്ചു കൊച്ചു പരിഭവങ്ങൾക്കൊന്നും അയാൾക്ക് അവസരമുണ്ടായിട്ടില്ല. കുടുംബങ്ങളോട് പോലും ബന്ധം പുലർത്താത്ത ഒരു ഫാമിലിയാണ് അവൻ്റേത്. അതുകൊണ്ട് സുഗാന്ത് ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അയാൾ ജീവിച്ചു പോകുന്നത്. വളർന്നപ്പോഴും അയാൾ അങ്ങനെ തന്നെയാണ്. അയാളുടെ നാട്ടിലുള്ളവർക്ക് പോലും അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇങ്ങനെ ഒരു IB ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ നാട്ടിലുണ്ടെന്ന് അവർ അറിയുന്നത് ഈ പ്രശ്നങ്ങൾ അറിയുമ്പോഴാണ്. ആ നാട്ടിലെ വേണ്ടപ്പെട്ട പരിപാടികൾക്കൊന്നും ഇവരുടെ സാന്നിധ്യം ഉണ്ടാവാറില്ല. ബന്ധുക്കൾക്കിടയിൽ പോലും മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇവർ സജീവമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പലരും ഇങ്ങനെ ഒരാളെ കണ്ടതായിട്ട് പോലും അറിയില്ല.
നല്ല വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടെന്നല്ലാതെ പ്രായോഗിക ബുദ്ധിയോ വിവരമോ ഒന്നും അയാൾക്കില്ല. സാമൂഹികപരമായിട്ട് ഇടപഴകാനും അറിയില്ല. അതുകൊണ്ടാണ് മേഘയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ആദ്യം അവളോട് ഇഷ്ടം തോന്നുകയും പിന്നീട് അവളോടൊരു അസൂയ പുലർത്തുകയും ചെയ്തത്. ഇഷ്ടവും അസൂയയും പകയും എല്ലാം കൂടിക്കലർന്ന ഒരു സ്വഭാവമായിരുന്നു മേഘയോട് അയാൾക്ക്. അയാളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന വിധം അവളെ മാക്സിമം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. സ്നേഹിക്കുന്നതായി അഭിനയിച്ചു. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. അവളുടെ സാലറി അയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു. അവളെ അയാളുടെ ചൊൽപ്പടിക്ക് നിർത്തി അതിൽ ആനന്ദം കണ്ടെത്തി. ഭക്ഷണത്തിനു പോലും അയാൾക്ക് മുമ്പിൽ കെഞ്ചിച്ചു. വിവാഹം കഴിക്കാൻ വേണ്ടി അവന്റെ കാൽക്കൽ വരെ അവളെ വീഴ്ച്ചു. അയാളുടെ മുരടൻ സ്വഭാവങ്ങൾക്ക് മുമ്പിൽ പലതിനും അവൾ വഴങ്ങേണ്ടി വന്നു. തിരിച്ചറിവെത്തിയപ്പോൾ അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ മനസ്സ്, ശരീരം, പണം എല്ലാം നഷ്ടപ്പെട്ടു. സേഫ് സോണിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ തകർന്നു പോകും. ആ വേദന അവരെ മരണത്തിലേക്ക് പെട്ടെന്നെത്തിക്കും. താൻ പ്രാണന് തുല്യം സ്നേഹിച്ച് താൻ എല്ലാം നൽകിയ തൻ്റെ പ്രിയതമൻ തന്നെ വേണ്ട എന്ന് പറയുന്നത് അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം 8 തവണ അയാളെ വിളിച്ചു. ഒരിക്കലെങ്കിലും അവളെ ചേർത്ത് വെച്ചാൽ മതി, ഒരിക്കലെങ്കിലും അവളെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതി. ചെറിയൊരു ആശ്വാസവാക്കുപോലും ഇങ്ങനെയുള്ളവർക്ക് വലിയൊരു മഴ പെയ്ത പോലെ. അവർ പിന്നെ എല്ലാം മറക്കും. അയാളിലേക്ക് പെട്ടെന്ന് ഒട്ടിച്ചേരുകയും ചെയ്യും. പക്ഷെ അയാൾ അവളെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആശ്വസിപ്പിക്കാൻ പോലും അയാൾക്ക് മനസ്സ് വന്നില്ല. ചാവുന്നെങ്കിൽ പോയി ചാവട്ടെ എന്ന മനോഭാവമായിരിക്കും അയാൾക്ക്. ഏതായാലും അയാൾ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അയാളെ ഇപ്പോഴത്തെ ജോലി പോയി. ഇനി IAS എന്നുള്ളൊരു സ്വപ്നമേ കാണണ്ട. നാട്ടുകാരുടെയും വീട്ടുകാർക്കും ഇടയിൽ അവനൊരു ക്രിമിനലാണ്. അയാളിപ്പോൾ ഏതോ ഒരു പാതാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അയാളോട് ഫോൺ ചെയ്യുന്ന അതേ സമയമാണ് അവൾ ട്രെയിനിന് മുമ്പിൽ ചാടി മരിക്കുന്നത്. അവൾക്ക് എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ അമ്മയെ വിളിച്ചത്. അത്രയും കാലം ഒരിക്കൽ പോലും അവൻ അവളുടെ അമ്മയെയോ അച്ഛനെയോ വിളിച്ചിട്ടില്ല. അവൾ പലവട്ടം പറഞ്ഞതാണ്, എൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് വിളിക്കേ, നിന്റെ വീട്ടുകാരെ കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വാ, വിവാഹകാര്യം സംസാരിക്കേ. അതിൽ നിന്നെല്ലാം അയാൾ ഒഴിഞ്ഞു നിന്നതാണ്. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവളുടെ അമ്മയെ അന്ന് വിളിച്ചത്. പാവം ആ അമ്മയ്ക്ക് അതൊന്നും അറിയില്ല. തൻ്റെ പൊന്നോമന മകളെ കൊലക്ക് കൊടുത്താണ് ഈ സംസാരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആട്ടി ഓടിച്ചേനെ. മേഘ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ജോലി സ്ഥലത്തും അയാൾ നാടകം കളിച്ചു. അയാൾക്കുറപ്പാണ് മേഘയുടെ മരണം തൻ്റെ തലയിലേക്കാണ് വരാൻ പോകുന്നത്. തനിക്ക് എത്രയും പെട്ടെന്ന് സേഫ് ആവണം. അതുകൊണ്ട് താൻ കാരണമല്ല മേഘ മരിച്ചതെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണം. അതിനാലാണ് മേഘ മരിച്ചപ്പോൾ കരഞ്ഞതും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി താനും ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. മേഘ തൻ്റെ പ്രാണനായിരുന്നു എന്ന് എല്ലാവരും അറിയാൻ വേണ്ടി മാത്രം, തനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം. പക്ഷെ കറങ്ങി തിരിഞ്ഞ് അത് അയാളിലേക്ക് തന്നെ എത്തി. ഇനി ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. കുടുംബത്തോടു കൂടി നാടുവിട്ടു. എവിടേക്കാണെന്നറിയില്ല, ഏത് പാതാളത്തിലാണ് ഒളിച്ചതെന്നറിയില്ല. പക്ഷെ കേരള പോലീസും IBയും അവന് വേണ്ടി വല വിരിച്ചു കഴിഞ്ഞു. ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു.